ചിന്താ ജെറോം എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. എൻ്റെ അമ്മോ അതിൻ്റെ പ്രഭാഷണം മിനിങ്ങാന്ന് ഞാൻ കേട്ടു. അതിലെ ഒരു വരി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ അതിനെക്കുറിച്ച് പറയാനല്ല, വേറൊരു കാര്യം പറയാൻ ഇതിലൂടെ വരുന്നേ ഉള്ളൂ. സുരേഷ് ഗോപി എന്ന സംഘി RSSകാരൻ മന്ദൻ സമാധിയിൽ പോയപ്പോഴത്തേക്കും സുകുമാരൻ നായർ, സുകുമാരൻ നായർ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, ഇപ്പം അകത്തേക്ക് കയറാൻ പറ്റില്ല, വേണമെങ്കിൽ മന്നത്തിൻ്റെ പുഷ്പാർച്ചന നടത്തിയിട്ട് പോവാന്ന് പറഞ്ഞു. സുരേഷ് ഗോപി പറഞ്ഞു അത്രേ, ഞാൻ നായരാണ് എന്ന്. എന്നിട്ട് ചിന്താ ജെറോം എന്ന് പറയുന്ന സാധനം പറഞ്ഞതാ. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു അത്രേ, ഞാൻ വെറും നായരല്ല, ഹിന്ദു നായരാണ്, അതായത് RSSകാരനാണ് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു അത്രേ. അത് കഴിഞ്ഞിട്ട് മൂന്നാമതേ പറഞ്ഞു അത്രേ, പെറ്റ അമ്മയ്ക്ക് പൊറുക്കാൻ പറ്റാത്ത ഒരു കമന്റ് കൂടി ഈ സിനിമാ നടൻ പറഞ്ഞു, എൻ്റെ ചെവിയിൽ രോമമുള്ള നായരാണ് ഞാൻ എന്ന് പറഞ്ഞു അത്രേ. അതിലേക്ക് ഞാൻ കടക്കണില്ല. ഈ പെറ്റ അമ്മ പൊറുക്കാത്ത ഒരു കമന്റ് സുരേഷ് ഗോപി പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, ഈ പെറ്റ അമ്മയ്ക്ക് പോലും പൊറുക്കാൻ പറ്റാത്ത ഒരു സംഭവം ആലപ്പുഴയിൽ ഞാൻ മിനിങ്ങാന്ന് കണ്ടു. ഞങ്ങൾ ഇവിടുന്ന് തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ നമ്മുടെ ആലപ്പുഴ കോർഡിനേറ്റർ ഗോപാലകൃഷ്ണപിള്ളയുടെ വീട്ടിൽ നിന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചിട്ട് പോകുമ്പോൾ തോണ്ടൻകുളങ്ങര റോട്ടിൽ കൂടെ ഞങ്ങൾ പോയി. ടൗണിലെ മുല്ലക്കലയിൽ നിന്ന് തോണ്ടൻകുളങ്ങര വഴി ഇങ്ങനെ പോകുന്ന ആ റോഡിൽ വഴി പോയി. ആ റോട്ടിൽ ഒരു ചെറിയ കല്ല് പോലും ഇളകിയിട്ടില്ല. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ വേദനയോടുകൂടി പറയുന്നു, ഒരു ചെറിയ കുഴിയോ ഒന്നും സംഭവിച്ചിട്ടില്ല, പെർഫെക്റ്റ് റോഡ്. ആ റോഡിൽ ടാർ ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടു. ഇത്രയും കോടി കേരളത്തില് വെള്ളത്തിൽ മുങ്ങിപ്പോയി എന്ന് പറഞ്ഞ് പാവങ്ങളുടേത് ഉൾപ്പെടെ ഒരു മാസത്തെ ശമ്പളം എടുക്കാൻ ഇറങ്ങി പുറപ്പെട്ടവര് ഒരു പ്രോബ്ലവും ഇല്ലാത്ത, ഒരു ചെറിയ കല്ല് പോലും ഇളകാത്ത ആ കോടതിയുടെ മുമ്പിൽ കൂടെ പോകുന്ന തോണ്ടൻകുളങ്ങര റോട്ടില് ഗവൺമെന്റ് പൈസ ചെലവാക്കി കോൺട്രാക്ട് കൊടുത്ത് അതിൽ റീടാർ ചെയ്യേണ്ട ആവശ്യം ഇപ്പോൾ ഉണ്ടോ? 40,000 50,000 കോടി രൂപയുടെ റോഡുകളും വീടുകളും ഒലിച്ചു പോയി. അതിനെ റിപ്പയർ ചെയ്യാനായിട്ട് ചിട്ടി കമ്പനി നടത്തി, ലോട്ടറി ടിക്കറ്റ് ഇറക്കി, പിന്നെ എന്തൊക്കെയോ ചെയ്ത് വെപ്രാളം കാണിക്കുന്ന ഭരണകൂടത്തിൽ ആരുടെ പെർമിഷൻ കൊണ്ടാണ് ഈ കോൺട്രാക്ട് കൊടുത്ത് ഇത്രയും ഹ്യൂജ് എമൗണ്ട്, ഇത്ര കിലോമീറ്റർ റോഡ്? ഒരു പ്രോബ്ലം ഇല്ല. നിങ്ങളൊന്ന് ചെന്ന് കാണണം ആ റോഡിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ. ഇനി അഥവാ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ചെറിയ പ്രോബ്ലം കൂടി പറയാം, അല്ലെങ്കിൽ ഞാൻ ബയസ്ഡ് ആയിട്ട് പറഞ്ഞു, മുൻവിധിയോടുകൂടി പറഞ്ഞു എന്ന് പറയും. ഈ റോഡ് ടാർ ചെയ്യാൻ പോവുകയാണെന്ന് ഒരു മാസത്തെ മുമ്പ് അറിഞ്ഞ് അത് ചെയ്യാൻ പോകുന്നത് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിർത്താം. ആ സമയത്ത് ഒരു 5 കിലോമീറ്ററിൽ 3 വീട്ടുകാര് പൈപ്പ് എടുക്കാൻ ഒരടി സൈഡിലെടുത്തിട്ടുണ്ട്. റോഡിന്റെ നടുക്കൊന്നും കയറിയിട്ടില്ല, വളരെ സൈഡില് എടുത്തിട്ടുണ്ട്. അത് കല്ലും ഗ്രാവലൂട്ടിട്ട് ശരിക്കും നോർമലാക്കിയിട്ടുമുണ്ട്. ഒരു തരത്തിലും വണ്ടികൾ ചാടുകയോ ഒന്നും ചെയ്യില്ല, കറക്റ്റ് നോർമലാക്കിയിട്ടുണ്ട്. ആലപ്പുഴക്കാർ ആ തോണ്ടൻകുളങ്ങര റോഡൊന്ന് കാണണം, അത് ടാർ ചെയ്യുന്നതും കാണണം. ഇനിങ്ങാന്ന് ശനിയാഴ്ച, സെക്കൻഡ് സാറ്റർഡേ, ഇന്നലെ സൺഡേ, ഇന്ന് ഹർത്താല്. ഇപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടല്ലോ. ഈ ഗവൺമെന്റ് പൈസ എങ്ങോട്ടാ പോകുന്നത് എന്ന് ഒരു PWD എഞ്ചിനീയർ എന്തോ അനാസ്ഥ കാണിച്ചു എന്ന് പറഞ്ഞ് സ്പോട്ടിൽ സസ്പെൻഷൻ കൊടുത്തൊരു മന്ത്രിയുണ്ട്. ആ മന്ത്രി അറിഞ്ഞുകൊണ്ടാണോ ആവോ ഈ ഒരു പ്രോബ്ലവും ഇല്ലാത്ത റോഡിന് ടാർ ചെയ്യാം? എത്രയോ പ്രോബ്ലമുള്ള റോഡ് തിരുവനന്തപുരത്തെ ഹൃദയ ഭാഗത്തില്, തിരുവനന്തപുരത്തിലെ നെഞ്ചത്താണ്. കളിയിക്കാവിള മുതൽക്ക് വെട്ടിമുറിച്ച കോട്ട, കളിയിക്കാവിള മുതൽക്കല്ല, കിള്ളിപ്പാലം മുതൽക്ക് വെട്ടിമുറിച്ച കോട്ട വരെ 2 കിലോമീറ്റർ, കഷ്ടിച്ച് 2 കിലോമീറ്ററുള്ള റോട്ടില് ഒരു ഗർഭിണി
കാറിൽ പോയാൽ കാറിൽ അവർ പ്രസവിക്കും. അത്ര കുണ്ടും കുഴിയാണ്. ഇടമുറിയാതെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിഴക്കേക്കോട്ടയിലേക്ക് ഹൃദയത്തിന്റെ നടുക്കെത്തുന്ന റോഡാണത്. എത്ര കാലായി അത് കിടക്കുന്നു പറയോ അങ്ങനെ. ഏതായാലും തോണ്ടംകുളങ്ങര റോഡ് അവിടുത്തെ ജനങ്ങൾ കാണണം, ഒരു പ്രശ്നവും ഇല്ലാത്ത റോഡ്. അത് നമുക്ക് എന്താ ബാധകം എന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് പൈസ എരന്ന് മേടിച്ചത്, പലരുടെ അടുത്തുനിന്ന് നിർബന്ധിച്ചു മേടിക്കാൻ പോകുന്നത്, ആ പൈസ തന്നെയാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലുള്ള റോഡ് റിപ്പയർ ചെയ്യാൻ. നാഷണൽ ഹൈവേ ചെയ്യേണ്ടത് പിന്നെ ഒരു പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് ആയിരിക്കും. ഇത് സ്റ്റേറ്റ് ഹൈവേ ആയിട്ടുള്ള ആ റോഡ് റിപ്പയർ ചെയ്യാനായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ആവാനാണ് സാധ്യത. ഒന്ന് അറിയിക്കാൻ വേണ്ടി, ഈ രാഷ്ട്രം വേദനിക്കുമ്പോൾ ശരിക്കും പറയാറുണ്ട്, ഇഷ്ടം മാതിരി തിന്നാനുള്ളവന് വീണ്ടും ചോറ് കൊടുക്കല്ലേ, ഇഷ്ടം മാതിരി ഉടുക്കാനുള്ളവന് വീണ്ടും തുണി കൊടുക്കല്ലേ, ഇഷ്ടം മാതിരി താമസിക്കാനുള്ളവന് വീണ്ടും വീട് കൊടുക്കല്ലേ, ഭൂമി കൊടുക്കല്ലേ എന്ന് സാമാന്യ മര്യാദയ്ക്ക് പറയുന്ന പോലെ ഒരു പ്രോബ്ലവും ഇല്ലാത്ത റോഡ് ടാർ ചെയ്യണമെങ്കിൽ മറ്റ് റോഡുകളുടെ ടാറിങ് കഴിഞ്ഞിട്ട് പോരെ. ഈ മഹാപ്രളയത്തിൽ നവകേരളം ഉണ്ടാക്കാൻ പോകുന്ന ഒരു പൈസ എവിടേക്കാ ഡൈവേർട്ട് ചെയ്യുന്നത്? അത് എന്തിൻ്റെ പുറകിലാണ്? അതിൻ്റെ പുറകിലുള്ള ഉദ്ദേശവും ദുരുദ്ദേശവും ഒക്കെ ജനങ്ങൾ ചിന്തിച്ചാൽ എന്താ ഇതിന് പറയുക? ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. എൻ്റെ വിഷയമായിട്ടില്ല. കണ്ടപ്പോൾ ആ ചിന്താ ജെറോം പറഞ്ഞ മാതിരി തന്നെ പെറ്റ അമ്മ പൊറുക്കില്ല എന്ന് പറഞ്ഞ മാതിരിയുള്ളൊരു റോഡ് നിർമ്മാണ കാഴ്ച കണ്ടത് പങ്കുവെച്ചെന്നേ ഉള്ളൂ. പ്രണാമം, നമസ്കാരം.